എല്ലാം നന്നായി കാണുന്നു. നിങ്ങൾക്കറിയാമല്ലോ, നമുക്കൊരു യുവ സ്ഥാനാർത്ഥിയുണ്ട്. അദ്ദേഹത്തിന് അനുഭവമുണ്ട്. ഒരു തവണ MLA ആയി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് നിയമസഭയിൽ നിയമത്തിന്റെ ജനങ്ങളുടെ ശബ്ദം കേൾപ്പിക്കാൻ അറിയും. അദ്ദേഹത്തിന് ഓരോരോ വിഷയങ്ങൾ അറിയും. പക്ഷെ അത് മാത്രമല്ല, അദ്ദേഹത്തെ പോലെ ആൾക്കാർ നാളെക്കുറിച്ച് ചിന്തിക്കുന്ന സ്ഥാനാർത്ഥികളാണ്. ഞങ്ങളുടെ ഉദ്ദേശം കേരളത്തിന്റെ ഭാവിയെ മെച്ചപ്പെടുത്താനാണ്. വെറുതെ ഇരുന്നിട്ട് നമ്മൾ ഇടതുപക്ഷെ ആക്ഷേപം പറയൽ മാത്രമല്ല, അവർ പല 10 വർഷക്കാലം ദുർഭരണം ചെയ്തിട്ട് നമ്മളെ വഷളാക്കിയിട്ടുണ്ട്. പക്ഷേ അത് മാത്രം ചൂണ്ടിക്കാണിച്ചാൽ ജനങ്ങൾക്ക് അറിയാമല്ലോ. ഞങ്ങൾ പറയും, നിങ്ങൾക്കൊരു കാഴ്ചപ്പാട്, നിങ്ങൾക്കൊരു സങ്കല്പമുണ്ട് കേരളത്തെ നന്നാക്കാൻ. അതാണ് ശബരി. ആ പുതിയ കേരളത്തിന്റെ ഒരു മുഖമാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനൊപ്പം നിൽക്കാൻ ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ പറയുന്നു. അദ്ദേഹം നല്ല വിജയ സാധ്യതയുണ്ട്. അതെ, പക്ഷെ അത് നല്ലതല്ലേ? അദ്ദേഹത്തിന് ഒരു വെല്ലുവിളിയായി. അദ്ദേഹം നല്ല ഭാവിയുണ്ട് നമ്മുടെ രാഷ്ട്രീയത്തിൽ. ഒരു നല്ലൊരു വെല്ലുവിളിയോട് ഞാൻ ആരംഭിച്ചോട്ടെ. ത്രികോണ മത്സരം തന്നെ ആയിരിക്കും. പക്ഷെ ഞങ്ങൾക്കൊരു ഭയമില്ല. കഴിഞ്ഞ ദിവസം കെ സുധാകരൻ ഒരു അഭിമുഖത്തിനിടയിൽ പറഞ്ഞിരുന്നു, രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കണം, അദ്ദേഹം കഴിവുള്ള നേതാവാണെന്നൊക്കെ. അത്തരത്തിലേക്ക് മുഖ്യമന്ത്രി ചർച്ചകളൊക്കെ UDF ൽ തുടങ്ങിയോ? എന്റെ അറിവിൽ തുടങ്ങിയിട്ടൊന്നുമില്ല. കാരണം അവസാനത്തിൽ നമ്മളുടെ പാർട്ടി ലൈൻ ക്ലിയർ ആണ്. വിജയം വന്ന ശേഷം MLA മാരുടെ അഭിപ്രായം അറിഞ്ഞിട്ട് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. അപ്പൊ നമ്മൾ എന്ത് ചർച്ച ചെയ്താലും അത് സമയം നഷ്ടമാണ്. അപ്പൊ എന്തിനാണ് ചർച്ച ചെയ്യണം? ഈ വിഷയം വരുന്നതേ എനിക്കും എതിർപ്പാണ്. നമ്മൾക്ക് ജനങ്ങളുടെ വിഷയങ്ങളാണ് പറയേണ്ടത്. ജനങ്ങളുടെ വിഷയം ഏത് കസാലയിൽ ഇരിക്കുന്നല്ല. ഞാൻ സുധാകരൻ ചേട്ടൻ വലിയ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തിനെ ആക്ഷേപിക്കുകയല്ല. പക്ഷെ പറയണത്, നിങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് വേറെ വിഷയങ്ങളില്ലേ? ജനങ്ങൾ എന്തിനാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്? ഇന്ന് ആരോ വന്നിട്ട് ഈ ഡീലിന്റെ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നവർ, ഞാൻ പറയും, ഞങ്ങളുടെ ഡീല് ജനങ്ങളുടെ ഒപ്പമാണ്. ജനങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ആ ഡീലിനെ കുറിച്ച് സംസാരിക്കാൻ. പക്ഷെ ആ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ജനങ്ങൾ തയ്യാറല്ല. മുഖ്യമന്ത്രി ആരാവും, ഇതെന്താണ്, അതെവിടെയാണ്, അതെല്ലാം പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. നമ്മൾക്ക് ഈ 2 ആഴ്ചയെ ബാക്കിയുള്ളൂ ഈ ഇലക്ഷൻ കമ്മീഷൻ നമുക്ക് കൂടുതൽ സമയം തന്നില്ല. ജനങ്ങളുടെ വിഷയം വോട്ടർമാരുടെ മുമ്പിൽ എത്തിക്കാനാണ് ഞങ്ങളുടെ കടമ. അതിനാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്.